NDA കുറ്റ്യാടി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേരളത്തിൽ ഒരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു എന്ന് നമ്മുടെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള ആളുകളും അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്ന ഏറ്റവും ആഹ്ലാദകരമായ ഒരു സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഓരോ ദിവസവും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തയ്യാറാണ്. സാധാരണ പാർട്ടിയിലേക്ക് വരുന്നത് ഏറ്റവും താഴെയുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരാണ്. എല്ലായ്പ്പോഴും സാധാരണ പ്രവർത്തകന്മാർ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകന്മാർ നമ്മുടെ പാർട്ടിയിൽ നിന്ന് കടന്നു വരാറുണ്ട്. അങ്ങനെ കടന്നു വരുന്ന ആളുകളാണ് നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവനാഡിയായിട്ട് മാറിയിട്ടുള്ളത്. പക്ഷെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ പലപ്പോഴും നമ്മുടെ പാർട്ടിയിലേക്ക് വരാൻ മടിക്കാറുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ രാഷ്ട്രീയ പാർട്ടി ഉപേക്ഷിച്ച് BJP-യിലേക്ക് വന്നാൽ രാഷ്ട്രീയമായിട്ട് അവർക്ക് നിലനിൽപ്പുണ്ടാകുമോ എന്നുള്ള സംശയമാണ് അത്തരം ആളുകളെ വരാൻ പലപ്പോഴും തടസ്സപ്പെടുത്തിയത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, BJP-യിലേക്ക് വരാൻ ആഗ്രഹമുള്ള ധാരാളം നേതാക്കന്മാർ ഇന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും സ്വകാര്യമായി സംസാരിക്കുമ്പോഴും ഒക്കെ നരേന്ദ്രമോദിയോട് ആഭിമുഖ്യപ്പെടുത്തുന്ന, നരേന്ദ്രമോദിയുടെ നിലപാടുകളാണ് ശരി എന്ന് പറയുന്ന, BJP-യുടെ നിലപാടുകളാണ് ശരി എന്ന് പറയുന്ന ധാരാളം നേതാക്കന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. കോൺഗ്രസിലുമുണ്ട്, CPM-ലുമുണ്ട്, എല്ലാ പാർട്ടിയിലുമുണ്ട്. അവരൊക്കെ നാം സ്വാഗതം ചെയ്യുമ്പോൾ അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആശങ്ക, അങ്ങനെ BJP-യിലേക്ക് വന്നാൽ അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് അപകടത്തിലാകും, അവർക്ക് പിന്നെ മത്സരിച്ച് ജയിക്കാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ആശങ്കയുള്ളത് കൊണ്ടാണ് പലരും വരാൻ പഠിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അത്തരം ആശങ്കകൾ കേരളത്തിൽ അടിസ്ഥാനമില്ല എന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെട്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രമുഖരായിട്ടുള്ള ആളുകൾ, MLA-മാരായിട്ടുള്ള ആളുകൾ, മന്ത്രിമാരായിട്ടുള്ള ആളുകൾ, ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ളവർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ളവർ, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരായിട്ടുള്ളവർ, അങ്ങനെയൊക്കെയുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ ഒരുപാട് പേർ BJP-യിലേക്ക് വരാൻ തയ്യാറായ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു സ്വീകാര്യതയുള്ള പാർട്ടിയാണ്, വിജയിക്കാൻ സാധിക്കുന്ന പാർട്ടിയാണ്. കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും ബദലായിട്ട് ഉയർന്നു വരാനും കേരളത്തിന്റെ അധികാരം കൈയാളാനും സാധിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള വിശ്വാസ്യത നമ്മുടെ സാമാന്യ സമൂഹത്തിന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. PP മുരളി അധ്യക്ഷനായി. സ്ഥാനാർത്ഥിയും BJP ജില്ലാ പ്രസിഡന്റുമായ CR പ്രഫുൽകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. NDA കുറ്റ്യാടി മണ്ഡലം സ്ഥാനാർത്ഥി രാമദാസ് മണലേരി, അഡ്വക്കേറ്റ് K ദിലീപ്, വിപിൻ ചന്ദ്രൻ, പ്രഭാകരൻ, പ്രിബേഷ് പൊന്നക്കാരി, TP രാജേഷ്, PK അച്യുതൻ, VK ജയൻ, MK രജീഷ്, പീറ്റക്കണ്ടി ചന്ദ്രൻ, RK ശങ്കരൻ, TV ഭരതൻ എന്നിവർ സംസാരിച്ചു. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.